മുങ്ങി നടക്കല്ലേ? എന്തിനാ നിനക്കറിയില്ലേ? അതെന്ത് വർത്താനം സാധിക്കുക ഈ പറയണത്? ഞാൻ എന്നോട് എന്താ പറഞ്ഞത്? കല്യാണം ഉറപ്പിച്ച കാശ് റെഡിന്ന് പറഞ്ഞില്ലേ? പറഞ്ഞേ നീ മറക്കാതിരുന്നാ മതി. നിന്നെ കുറിച്ച് പലതും കേൾക്കുന്നുണ്ട്. എന്ത്? കള്ളു കുടിച്ച് അടി ഉണ്ടാക്കിയെന്ന് ആദ്യം കേട്ടു. പിന്നെ പുറത്തു പറയാൻ പറ്റാത്ത മറ്റൊരു വൃത്തികേടിലും നിന്റെ പേര് കേട്ടു. എന്റെ സാധിക്കേ, ഈ എന്താണ് ഈ പറയണത്? നിന്റെ കൂട്ടുകെട്ടിൽ കുറെ അലവലാദികളുണ്ട്, ശരിയാ. പക്ഷെ ഞാൻ എന്തേലും വേണ്ടാതരം ചെയ്യോ? എടതൊക്കെ ആരാ പറഞ്ഞു പരത്തുക? നിന്റെ കർമ്മങ്ങൾ നല്ലതായാലും ചീത്തയായാലും അതിന്റെ ഫലം നിനക്ക് അനുഭവിക്കുക. അത് വേറെ വിഷയം. പക്ഷെ എന്റെ പൈസ പോയ തരിക. പിന്നെയും തുടങ്ങി. പെങ്ങളെ കല്യാണം ഉറപ്പിച്ച തരുന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു? ഷിയാബേ, ആ സമയമാകുമ്പോ നീ എന്നെ കൈവടിയരുത്. ഞാനാകെ തകർന്നു പോകും. ഒരു രേഖയില്ലാതെയാണ് നിനക്ക് ഞാൻ 20,000 രൂപ തന്നത്. അതുകൊണ്ട് തന്നെ ആ കാശും 16 രൂപ വായ്പയും കൂടി 30,000 ഞാൻ തരുന്നു പറഞ്ഞത്. നീ ധൈര്യമായിട്ട് പോ സാധിക്കേ. ഇക്ക, ഈ കത്ത് കുഞ്ഞാലിയാക്കാന്റെ പെരയിലൊന്ന് കൊടുക്കി. എന്നെ കണ്ടാ പിന്നെ ഇതിലെ ഈ വഴിക്ക് വരുമല്ലോ. ഞാൻ എന്റെ അസിസ്റ്റന്റായി ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് എനിക്കെന്താടാ മെച്ചം? ജീവിച്ച് പോണ്ടേക്കാ. ഇടയ്ക്കൊക്കെ ഈ വഴിക്കും പാടാ, അല്ലെങ്കിൽ ആൾക്കാർ മറക്കും. എങ്ങട്ടാ മൂട്ടിൽ തീ പിടിച്ച മാതിരി പായണ്? അന്നെ കണ്ടത് നന്നായി. ഞമ്മളെ പാറവർത്ത ബസീർ ഗൾഫിൽ നിന്നു പറഞ്ഞിട്ട് നേരാണോ? ഓൻ വന്നിട്ട് 4-5 ദിവസമായി. സുബ്ഹാനല്ലാ, കൊണ്ടോന്ന് മുഴുവപ്പ് തീർന്നിട്ടുണ്ടാവും. അതിനെന്തോ കൊണ്ടെന്ന്? ആഹാ, ഒന്നും കൊണ്ടുവരാതെ ദുബായിന്ന് വരെ. എന്നാൽ ഓൻ തന്നെ മതിയല്ലോ. പിന്നെ പച്ച പുടുത്തം മുട്ട ബഷീർ വന്നിട്ട് ആ പാവത്തിന് ചെത്തണ്ട. അതിനാട്ടിയും വലിയ പുടുത്തം മുട്ട ഞാൻ പോണേ. കുഞ്ഞലേക്ക, ആരാത്? അന്നെ കണ്ടിട്ട് കൊറേ ആയി. നമ്മക്ക് വരണമെങ്കിൽ റോഡ് വേണ്ടേ കുഞ്ഞലേക്ക? അപ്പൊ ഇന്ന് റോഡ് വേണ്ടേ? വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈന്റ്, വർക്ക്ഷോപ്പിലാ. ഈ കത്ത് അസീനാക്ക, കുവൈത്ത് നിന്ന് പുതിയാപ്പളന്റെ. ഡ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ച് കാശ് കടന്നു തരണം. ഡ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ മുഴുവൻ അനക്കന്നെ തരാം. എന്റെ മകക്ക് ഈ കത്തന്നെ വലിയ കിട്ടല. 9 മാസത്തിനടക്കം അയച്ച ആദ്യത്തെ കത്ത അത്. ചിലപ്പോ പണി ശരിയാവാൻ താമസിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാവും വൈകിയത്. ഓന്റെ പരിക്ക് കൃത്യമായിട്ട് കത്തെയ്തുണ്ടല്ലോ. അതൊക്കെ ഇനി ശരിയായിക്കോളും. പിന്നെ സാവിറാനെ കാണാൻ ആരോ വന്നിരുന്നു കേട്ടു, ഉറപ്പിച്ചോ? കഴിഞ്ഞ ആഴ്ച മരക്കാർ മൈസൂർ നിർത്തനെ കൊടുന്നിരുന്നു. ഓർക്കും വേണം പണ്ടം വേണോ? 7 എടുത്ത് കൊടുക്കാനാ. മൈസൂർ കല്യാണമൊക്കെ 100 വട്ടം ആലോചിച്ചിട്ട് ചെയ്യാവൂ. ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ പിന്നെ ഓരവസ്ഥ എന്താണെന്ന് നമ്മൾ അറിയണില്ല. പല പെൺകുട്ടികളും ഇന്നും കണ്ണീര് കുടിക്കുന്നുണ്ട്. നമ്മളെ പൊന്തച്ചോട്ടിൽ ആലിക്കുട്ടിയാക്കാന്റെ മകളെ കല്യാണം നടന്ന മൈസൂർക്കായിരുന്നല്ലോ. 7 മാസം കഴിഞ്ഞപ്പോൾ മയ്യത്ത് അങ്ങോട്ട് എത്തിയത്. എന്താ ഏതാന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ശരിയാണത്. പിന്നെ ഇവിടെ ആവുമ്പം മക്കളെ കണ്ടിരിക്കുന്നതിനും ചെയ്യാലോ. ഒരു മൈസൂർ കല്യാണം നടത്തിയ ബ്രോക്കർമാർക്ക് ഭയങ്കര കമ്മീഷനാ കുഞ്ഞാലിയാക്ക. അതിനും വേണ്ടി അവരെന്തൊക്കെ കളികളാ കളിക്കാൻ നിങ്ങൾക്കറിയോ? ഇവിടുന്ന് മൈസൂരിൽ പോയി താമസാക്കിയ മലയാളികളാണെങ്കിൽ ഞമ്മക്കൊന്ന് നോക്കാം. എന്തെങ്കിലും ഏടാകൂടങ്ങൾ ഉണ്ടായ ഓലെ ബാക്കിയുള്ളവർ ഇവിടെ ഉണ്ടാവുമല്ലോ. സംസാരിച്ചൊന്നും സമയം പോയതറിഞ്ഞില്ല. ഞാൻ പോട്ടെ കുഞ്ഞാലിയാക്ക. അങ്ങനെ ചെയ്യാം. ബഷീറിലൂട്ടിയവിടെ ഉണ്ട്, വിളിക്കാം. പസർമുള്ള ജാതിയാണല്ലോ. അല്ല, ആരപ്പത്? 4 ദിവസമായിട്ടും കാണാത്തോണ്ട് ഞാൻ കരുതി ആള് കാലിയായി പോയിട്ടുണ്ടാവുന്നേ. അറിയണ്ടേ?
ജി വന്ന വിവരം അറിയണേ ഞാനിപ്പളാ. കേട്ടപ്പം മണ്ടിയതാ ഞാൻ ഇങ്ങോട്ട്. അതുപോട്ടെ, എന്തൊക്കെയുണ്ട് ഹൈദ്രസ് ഖാന്റെ വിശേഷങ്ങള്? ഞമ്മക്കെന്ത് വിശേഷാ മോനെ. പെണ്ണുങ്ങൾ ആനപേർ പോലെ തലങ്ങും വിലങ്ങും പെറ്റുകൂട്ടുക. ഒക്കെ കൂടി പെത്തിരുന്നുണ്ട് എന്നുള്ള എനിക്ക് തന്നെ അറിയില്ല. ഐറ്റിങ്ങൊക്കെ തിന്നാൻ കൊടുക്കണ്ടേ? ഞമ്മക്കതിന് വയ്യുണ്ടോ? അതുകൊണ്ട് പീടിയെന്ന് അങ്ങനെ കടം വാങ്ങണ്. ഒരു മാസം 3000 റുപ്യ പറ്റ് വരും. ഞാനൊരാള് പാഞ്ഞി നടന്നിട്ട് വേണ്ട കടമ്പ് കിട്ടാൻ. എന്നോട് പറഞ്ഞാൽ ഇപ്പൊ ഒരു 3000 റുപ്യ എടുത്തു തരും. പക്ഷെ എനിക്കത് എന്നോട് അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റൂല. പിന്നെ എന്റെ കെട്ടിയൊക്കെ ഒരു നിർബന്ധം. ഓള് തുണി കൊടുക്കണില്ലാന്ന്. ഓക്കൊരു സാരി വേണല്ലോ. ഏടുന്നപ്പോ ഞാനൊക്കെ സാരി വാങ്ങി കൊടുക്കുക. എന്നോട് പറഞ്ഞപ്പോ 2 സാരിയൊക്കെ എനിക്ക് തരും. പക്ഷെ എനിക്കത് എന്നോട് അങ്ങനെ പറയാൻ പറ്റുമോ? അത് പറ്റൂല. പിന്നെ പോരാണെങ്കിൽ ചോറ് നൊലിച്ചിട്ട് വയ്യ. ചോറ് വെച്ചാല് കഞ്ഞായിട്ടാ കുടിക്കല്. എന്നോട് പറഞ്ഞാൽ ഇപ്പോ റിപ്പയറിങ്ങിനുള്ള ഓടും മരവും ഒക്കെ വാങ്ങിത്തരും. പക്ഷെ നമ്മക്കത് എന്നോട് അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റൂല. പിന്നെ കുട്ടിയൊക്കെ മുഴുവനും നിർബന്ധം ഞാൻ ദുബായി പോണം. ഐറ്റിങ്ങൾക്ക് വിവരമുണ്ടോ? ഇവിടുന്ന് ബേപ്പൂര് പോയി വരുന്ന മാതിരിയാണ് ദുബായ്. വിസ മാണ്ടേ? വിസ എന്നോട് പറഞ്ഞാൽ ഇപ്പൊ ഒരു വിസയൊക്കെ നേരാക്കി തരും. പക്ഷെ എനിക്കതെന്നോട് അങ്ങനെ പറയാൻ പറ്റുമോ? അത് പറ്റൂല. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. ഈ ബസീർ ഒരു കേരുമ്പോട്ടാൻ തന്നെ. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഭാര്യ കോരി അങ്ങോട്ട് കൊടുക്കും. എന്നാ ഓനൊക്കെ ഇനി ബുദ്ധി ഓർക്കുക. ഒന്നുമില്ല ഇവിടെ, കൊണ്ടുവന്നൊക്കെ തീർന്നു. കുറച്ച് നേരത്തെ വരണ്ടേ? അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിട്ടാ ഞാൻ അങ്ങോട്ട് വന്ന്. ആരോടെങ്കിലും എന്തെങ്കിലും ചോദിച്ച് വാങ്ങാന്ന് പറഞ്ഞ എന്റെ തടിമൊന്നൊരു കണ്ടാട് പോണ മാതിരിയാ. ഞമ്മക്കെന്നാ പിന്നെ കാണാം. എയർഫാന് അന്റെ ബാപ്പ് കൊണ്ട് കൊടുക്കും പെന്നും തീപ്പട്ടി. ഒരുത്ത ദുബായിന്ന് വന്നാണല്ലത്. മനുഷ്യനായ കുറച്ചൊരു ഉൾപ്പ് വേണം ചങ്ങായി. എന്റെ ജീവിതത്തിൽ ഒരു ഉപകാരം കിട്ടാത്തതാണ് പെന്ന്. അന്നൊക്കെ ദുബായ്